ഏരിയ സാറേ ഈ ഏരിയ ഇത്ര കുഴപ്പം പിടിച്ച ഏരിയയാണ്. ഇത് പടക്കം ബഷീറിന്റെ ഏരിയ. പടക്കത്തിന് തീ കൊളുത്തി അത് പൊട്ടി തീരുന്നതിന് മുമ്പ് എതിരാളെ അടിച്ച് താഴെത്തി. ഇതുകൊണ്ടാണ് പടക്കം ബഷീറിന് പേര് വന്നത്. എന്റെ പടക്കം തീർക്കല്ലേ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. സെൻട്രൽ ജയിലിൽ പടക്കം ബഷീറിന് തറവാട് വീട് പോലെ ഇടയ്ക്കിടയ്ക്ക് പോകും വരികയൊക്കെ ചെയ്യും. അതിന് ഒരുത്തരും എന്നെ ടാറ്റാന്ന് വിടണ്ട. മനസ്സിലായോട്ടാ? ഞാൻ ആകാശത്തേക്ക് അവിടുന്ന് നേരെ സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരുന്നോ? കേട്ടോ ഇവിടെ സേഫ് അല്ല. എന്താടാ നീയൊക്കെ ഇവിടെ? ഒന്നുമില്ല. ഒന്നും ഇല്ലെങ്കിൽ ഇതാ എന്റെ പതിവ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എന്റെ ദൈവമേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്നു കിടക്കും. മോനെ സച്ചുട്ടാ, നീ എപ്പ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. അയ്യോ എന്റെ കാറ്റ് പോയി. അയ്യോ ഇയാള് ചത്ത ശരിയാവൂല. എടാ ദുഷ്ട, ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും. റേഷനരിയേക്കാളും നാറും. നീ എന്താ ഇവിടെ? പിക്നിക്ക് വന്നതാ, ഒളിവിലാടാ. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. നിക്ക, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു അത്യാവശ്യമില്ല. എന്നാ എനിക്കുണ്ടോ? പോലെ ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ ദൈവമേ. നേരെ ചെന്ന് കണ്ട എന്താ സംഭവിക്കുന്ന അറിയില്ല. എനിക്കറിയാം, നല്ല തല്ല് കിട്ടും. അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. അടുക്കള മാത്രം കയറാം. അവൻ ഇതിനകത്തുണ്ട്. ഇത് ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുള്ള കാര്യമാണ്. നമസ്കാരം സ്വാമി. കാര്യങ്ങൾ കൈവിട്ടു പോവാ. ക്ഷമിക്കണ ചേട്ടാ, ഒന്നും ചെയ്യല്ലേ. എനിക്കുള്ളതായിരുന്നല്ലേ. എന്താ എന്താ ഒരു അടി വാങ്ങാൻ പോയതാ. അതെ, സൂക്ഷിച്ചു പോണ. ശങ്കരേട്ട ഇളകി നിൽക്കുക. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോന്നാ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന്. മെഴുകൻ വീടിന്റെ 4 ഭാഗത്തും കണ്ണു വേണം. ഏത് ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. പോയി 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 രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ. എന്താണ് ഈ തലയെ കെട്ടൊക്കെ? ഇതെന്റെ ബോംബെ ഫാഷനാ. അവന്മാർക്ക് ശരിക്ക് കൊടുത്തല്ലോ അല്ലേ? അവർക്ക് നമ്മൾ കൊടുത്തു, അതിൽ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടി. ഒരടിയും വേസ്റ്റ് ആക്കാം. നിങ്ങൾ വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ, ഈ ഭാഗത്തുനിന്നാ. ഇതെന്താ ജുറാസിക് പാർക്കോ? ഒരു സാധനം ഒരു സ്ഥലത്ത് കാണൂല. സൂചിയാണല്ലേ? ഓ സൂചി, അതോ അല്ലെ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് എന്റെ അമ്മേ, ഓ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിനെ കുത്തിക്കൊല്ലണം. കലാപരിപാടി ഇവിടെ വേണ്ട. തുടങ്ങിയ ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. നിങ്ങൾ ഏറെ വൈകിപ്പോയി. ഒരു ബംഗാളിയല്ലേ വരുന്നത്? ബംഗാളി ബാബു എല്ലാം കൊണ്ട് കളഞ്ഞു. അതിനെനിക്ക് നിക്കണം. എന്താ അയ്യോ, പോടാ മനുഷ്യനെ പേടിപ്പിക്കാതെ. ഫുൾ വയലൻസ് ആണ്. നാശം പിടിക്കാൻ എന്തൊരു ശല്യമാണ് അയാളെ കൊണ്ട്. അയ്യടാ പാവം, വെറുതെ അടി കൊണ്ട് എന്ന് വെച്ച് വെറുതെ വിടാൻ പാടില്ല. നുളയിലെ മുള്ളിക്കളയണം. ഹലോ, എന്താ എവിടാ? എങ്ങോട്ടാ? ഉന്നം പിഴച്ചു പോയ ആശാന്. തലറങ്ങുന്നു. അമ്മേ അമ്മയെ. എടാ നിന്റെ പരിപ്പൊന്നും വേഗത്തില്ലടാ. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാ. ഇതാരാ? ആരാ മോനെ? ഇവരൊക്കെ എന്തിനാ വീട്ടിൽ കയറ്റിയിരിക്കുന്നു? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഓടിയാലോ? വേണ്ട. ചന്ദ്ര കത്തി ഇങ്ങടക്ക്. അവനെ പോയി കൊല്ല്. എങ്ങനെയുണ്ട് ദാമോദര എന്റെ ഷാർപ്പ്നെസ്? ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങും മോനെ. യമാൽ ഹലീം മാൻ ഹസ്ലറ്റ് മണിപാലുമുള്ളത് കിട്ടിയിരുന്നു. താനങ്ങോട്ട് പോകുന്നു. ഒന്നവിടെ നിന്നേ. പറഞ്ഞ അനുസരിക്കില്ല. ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും. നീ അവനെ ഇതിനകത്ത് അടച്ചിട്ട് ഇവിടെ കാവല് നിൽക്കണോ? എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചു. സോറി, തോക്ക് മാറിപ്പോയി. ഞാനെന്താ ഇങ്ങനെ? അവിടെ പോയി ചാച്ചിട്ടോ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. അയ്യോ, ഇങ്ങനെ വെള്ളമൊഴിച്ച് ബോധമില്ലാണ്ട് കിടക്കല്ലേ എന്ന് പറ മോനെ. സഹോദരൻ കേറി വാ. വരൂ സുഹൃത്തെ, വരൂ. ഇങ്ങോട്ട് വന്നേ. സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി. ഇത് ഞാൻ തന്നെ. അപ്പോ എനിക്ക് കൺഗ്രാജുലേഷൻ.